നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറിഞ്ഞിരുന്നോ സുരേഷ് ഗോപി രാജിവെക്കുകയാണ്? ഈ വാർത്ത അല്പസമയം മുൻപാണ് പുറത്തു വന്നത്. ഇത് അധികം ആരും അറിഞ്ഞിട്ടില്ല. എന്തിനേറെ പറയുന്നു, സുരേഷ് ഗോപിയും അറിഞ്ഞിട്ടില്ല. കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന വാർത്തയോട് പ്രതികരിച്ച് സുരേഷ് ഗോപി താൻ BJP നേതൃത്വത്തോട് രാജ്യസന്നദ്ധ അറിയിച്ചെന്ന വാർത്ത വ്യാജമാണെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഇത്തരം സിനിമാ കഥകൾ വിശ്വസിച്ച് ആരും സമയം കളയരുതെന്ന് സുരേഷ് ഗോപി അഭ്യർത്ഥിച്ചു. സിനിമയിൽ സജീവമാകാൻ രാജിവെക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടെന്നായിരുന്നു പ്രതികരിച്ചത്. ഇതാണ് സുരേഷ് ഗോപി തള്ളിയത്. സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: സുരേഷ് ഗോപി രാജ്യസന്നദ്ധ അറിയിച്ചു. നിങ്ങൾ അറിഞ്ഞിരുന്നു? ഞാൻ മാത്രം അറിഞ്ഞില്ല കേട്ടോ. സത്യം അറിയാൻ ഒരൊറ്റ ക്ലിക്ക് മതി. അതുകൊണ്ട് ഇത്തരം സിനിമാ കഥകൾ വിശ്വസിച്ച് ആരും സമയം കളയരുത്. വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നവരോട് അത് ശരിയല്ല, ഇനിയെങ്കിലും മാറ്റണം. കേന്ദ്ര മന്ത്രിസഭാ പുനർസംഘടന നടക്കാനിരിക്കെ സഭയിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന ആവശ്യവുമായി സുരേഷ് ഗോപി രംഗത്തെത്തിയെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വാർത്ത. പെട്രോളിയം, പ്രകൃതിവാതക, ടൂറിസം വകുപ്പുകളുടെ കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. തന്നെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം അദ്ദേഹം പ്രധാനമന്ത്രിയെയും അമിത്ഷാ അടക്കമുള്ള നേതാക്കളെയും അറിയിച്ചതായാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 2024 തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത്. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ BJP MP-യാണ് അദ്ദേഹം. നിരവധി സിനിമകൾ പൂർത്തിയാക്കാനുണ്ട് എന്ന ആവശ്യം മുൻനിർത്തിയാണ് താരം ഇത്തരം നിർദ്ദേശം മുന്നോട്ട് വെച്ച് എന്നായിരുന്നു റിപ്പോർട്ട്. മന്ത്രിയായ ശേഷം സിനിമ ചെയ്യാനാകാത്ത സാഹചര്യം ഉണ്ടെന്നും നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചുവെന്നുമായിരുന്നു ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇത്തരം വാർത്തകൾ തള്ളുകയാണ് സുരേഷ് ഗോപി ചെയ്തത്. അതിനിടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ അതിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് സീറ്റ് നൽകിയിട്ടില്ല. കേന്ദ്ര സഹമന്ത്രിയായതിന് പിന്നാലെ 2024 ഓഗസ്റ്റിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹത്തെ രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുത്തത്. ഈ മാസം 21-ന് അദ്ദേഹത്തിന്റെ കാലാവധി കഴിയും. നിലവിൽ ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീര, ന്യൂനപക്ഷകാര്യ വകുപ്പുകളുടെ ചുമതലയുള്ള സഹമന്ത്രിയായ ജോർജ് കുര്യനെ കേന്ദ്ര മന്ത്രിസഭയുടെ പുനഃസംഘടന വരുന്നതോടെ നീക്കിയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജനവിധി തേടി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള 5 സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കേന്ദ്രമന്ത്രിയായ രവിനീത് സിംഗ് ബിട്ടുവിന് സീറ്റില്ല. തരുൺ ചുക്, രജനീഷ് അഗർവാൾ എന്നിവരാണ് മധ്യപ്രദേശിൽ നിന്ന് മത്സരിക്കുന്നത്. സതീഷ് പൂനെയ രാജസ്ഥാനിൽ നിന്നും, തായി തക്കക് അരുണാചൽ പ്രദേശിൽ നിന്നും, രജുഭായ് ശുക്ല, മുഖേഷ് ഭായ് രത്വ, മൻസിംഗ് പർമാർ, ജിതേന്ദ്ര മേഘ്ഭിയ കൻസാരി എന്നിവർ ഗുജറാത്തിൽ നിന്നും, മണിപ്പൂരിൽ നിന്നും ശാരദ ദേവിയും മത്സരിക്കും. അതേസമയം കേന്ദ്രമന്ത്രിസഭാ പുനർസംഘടനയും BJP സംഘടനയിലെ അഴിച്ചുപണിയും ഉടനുണ്ടാകുമെന്നാണ് ഉറപ്പ്. 12ഓളം മന്ത്രിമാരുടെ വകുപ്പുകൾ മാറുമെന്നും 5 പേർ പുറത്താകുമെന്നുമാണ് റിപ്പോർട്ടുകൾ. ഒരു ഡസൻ മന്ത്രിമാരുവരെ വകുപ്പുകൾ മാറുകയോ ചിലർ പുറത്താവുകയോ ചെയ്യുമെന്നാണ് സൂചന. 2 ക്യാബിനറ്റ് മന്ത്രിമാരും 3 സഹമന്ത്രിമാരും പുറത്താവും. പരീക്ഷാ തട്ടിപ്പിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയായി തുടരുമോ എന്ന ചർച്ചയും സജീവമാണ്. മന്ത്രിസഭയിൽ നിന്നും പുറത്താകുന്ന ഒരു മുതിർന്ന നേതാവിന് കർണാടകയിൽ പാർട്ടിയുടെ ചുമതല നൽകുമെന്നും വിവരമുണ്ട്. കേരളത്തിൽ നിന്ന് നിലവിൽ മന്ത്രിസഭയിലുള്ള 2 കേന്ദ്രമന്ത്രിമാരിൽ സുരേഷ് ഗോപി തുടർന്നേക്കും. എന്നാൽ രാജ്യസഭാ സീറ്റ് നഷ്ടമായ സാഹചര്യത്തിൽ ജോർജ് കുര്യൻ പുറത്താകാനാണ് സാധ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പാർട്ടിയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയെന്ന വിമർശനം BJPക്ക് ഉണ്ട്. രാജ്യസഭ അംഗമായ സദാനന്ദ മാസ്റ്റർ കേന്ദ്രമന്ത്രിയാകുമെന്ന സൂചനയും ശക്തം.